ഇവൻ ഇങ്ങനെ കാറിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൻ്റെ കൂടെയുള്ള ഒരാളുമായിട്ട് ചെറിയ രീതിയിൽ സംസാരം നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവന് പഴയ കാല ഓർമ്മയൊക്കെ വരികയാണ്. അതിൻ്റെ ദേഷ്യത്തിൽ അവൻ അവിടെ നിന്ന് എണീച്ച് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് അവന് കാഴ്ചകൾ മങ്ങി മങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവന് തല ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. നടക്കാനൊന്നും പറ്റാതെ അവൻ അപ്പം തന്നെ റോഡിൽ തന്നെ മയങ്ങി വീഴുന്നുണ്ട്. പിന്നെ പാതി മയക്കത്തിലും അവൻ നോക്കുമ്പോൾ അവന് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. വല്ലാത്ത രീതിയിൽ ബ്ലറായിട്ടാണ് അവന് കാണാൻ പറ്റുന്നത്. എത്ര കണ്ണു തുറന്ന് നോക്കാൻ ശ്രമിച്ചാലും അവനൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. എല്ലാം മങ്ങിയ കാഴ്ചയോടുകൂടിയാണ് അവൻ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവൻ പാതി മയക്കത്തിലിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് അവൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാളെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ അവൻ ഫെയിൻ്റായിട്ട് വീഴാണ്. അയാൾ അങ്ങനെ ഒരു ആംബുലൻസിനെ വിളിച്ചിട്ട് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വച്ചിട്ട് അവന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവന് ബോധം വരുമ്പോൾ അവന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ ബ്രദറിനോട് അവൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ കാഴ്ചയൊക്കെ പോയോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവൻ അങ്ങനെ ചോദിക്കുന്നത് എന്നല്ലാതെ അവൻ പാനിക്കാവുകയോ കരയുകയോ അല്ലെങ്കിൽ അവൻ ടെൻഷനാവുകയോ ഒന്നും ചെയ്യുന്നില്ല. അവൻ റിലാക്സ് ആയിട്ടാണ് ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ സംഭവിക്കുമെന്ന് അവന് ഓൾറെഡി അറിയാം. പിന്നെ ബ്രെയിനിൽ ഒരു ട്യൂമർ ഉണ്ടെന്നുള്ള കാര്യം അവന് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ അവന് കാഴ്ച നഷ്ടപ്പെടുമെന്നും അറിയാം. തടയണമെങ്കിൽ അവനൊരു സർജറി വേണം. പക്ഷേ ആ സർജറി അവൻ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അവൻ്റെ ബ്രദർ അവനെ വഴക്ക് പറയുന്നുണ്ട്. ഇവൻ ആരോടും പറയാതെ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചതിന്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.